കോഴിക്കോട് സരോവരത്തെ വിജിൽ കൊലപാതക കേസിൽ വൻ വഴിത്തിരിവ്. വിജിലിന്റേത് എന്ന് കരുതുന്ന അസ്ഥി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സരോവരത്തെ ചതുപ്പിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത്. മൃതദേഹാവശിഷ്ടങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. കേസിൽ വിജിലിന്റെ സുഹൃത്തുക്കൾ നിഖിലും ദീപേഷും രഞ്ജിത്തും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, തലയോട്ടി ഒഴികെ മറ്റ് ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ എല്ലിന്റെ അസ്ഥികൂടങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, നിലവിൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികളാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിജിലിന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികളാണ് ഈ സരോവരത്തെ ചതുപ്പിൽ നിന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. തലയോട്ടി കണ്ടെത്തിയിട്ടില്ല. ഇതിനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൃത്യമായ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും വിജിൽ തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വിജിലിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നിഖിലിന്റെ സുഹൃത്തുക്കളായ ദീപേഷും നിഖിലും ഒക്കെയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരാണ് തങ്ങൾ ഇങ്ങനെ ഈ 2019 മാർച്ച് 24 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് വിജിലും ഈ സുഹൃത്തുക്കളും ചേർന്ന് സരോവരത്തെത്തുകയും സരോവരത്ത് വെച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്തു. ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് വിജിൽ അബോധാവസ്ഥയിലാവുകയും പിന്നീട് ഈ പ്രതികൾ ഈ പ്രദേശത്തേക്ക് എത്തിയ സമയത്ത് വിജിൽ മരണപ്പെട്ടതായി കാണുകയും ചെയ്തിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് സ്ഥലത്തെത്തി വിജിലിന്റെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്ന ചതുപ്പിൽ ചവിട്ടി താഴ്ത്തി എന്നാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്തേക്ക് എത്തി പരിശോധന നടത്തിയത്. 7 ദിവസം കഴിഞ്ഞ വിജിൽ കൊലപാതക കേസിലാണ് വൻ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. വിജിലിന്റേത് എന്ന് കരുതുന്ന അസ്ഥി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.